നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ നമ്മൾ സാധാരണയായിട്ട് വാഹനങ്ങൾക്കൊക്കെ പേരടിക്കുമ്പോൾ ഡിസൈൻ ചെയ്യുന്ന വിധം, അതായത് വേറൊരു മോഡലിൽ ഡിസൈൻ ചെയ്യുന്ന ഒരു വിധമാണ് ഞാൻ കാണിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ടൈപ്പിംഗ് ടൂൾ എടുത്ത് റേസ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അത് ടെക്സ്റ്റിൽ പോയി ചേഞ്ച് കേസ് അപ്പർ കേസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫോണ്ട് ഞാൻ മാറ്റുകയാണ്, ഇമ്പാക്റ്റ്. അതിനുശേഷം ഇതിൻ്റെ ഈ ലെറ്റർ സ്പേസിങ് ഇത്തിരി കൂട്ടി കൊടുക്കണം. അപ്പോൾ അത് ഷേപ്പ് ടൂൾ എടുക്കുമ്പോൾ രണ്ട് എയറോ കാണിക്കുന്നുണ്ട്, ഒന്ന് താഴേക്ക് ഒന്ന് വലതുഭാഗത്തേക്ക്. അപ്പോൾ ആ വലതുഭാഗത്തേക്കുള്ള ആ എയറോ കുറച്ചൊന്ന് വലിക്കുന്നു. അപ്പോൾ കുറച്ച് ലെറ്റർ സ്പേസിങ് കുറച്ച് കൂടി. അതിനുശേഷം അത് സെലക്ട് ചെയ്ത് എഫക്റ്റ്, മുകളിൽ എഫക്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തപ്പോൾ അതിൽ കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അതിൽ ആഡ് പെർസ്പെക്റ്റീവ്. അപ്പോൾ ഇങ്ങനൊരു റെക്റ്റാങ്കിൾ വന്നു അതിന് ചുറ്റും. അതിന് 4 പോയിൻ്റും ഉണ്ട്. അപ്പോൾ ആ താഴെയുള്ള പോയിൻ്റ് ഞാൻ കുറച്ച് വലതുഭാഗത്തേക്ക് വലിക്കുകയാണ്, ഒരു 3D എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. ഈ ഒരു പൊസിഷനിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിന് ഒരു കളർ കൊടുക്കുന്നുണ്ട് ഞാൻ, ബ്ലൂ കളർ. ശേഷം പെൻ ടൂൾ എടുത്ത് അത് നിങ്ങളെ ഇഷ്ടം പോലെ ലൈന് ഇടാൻ പറ്റും, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ജസ്റ്റ് പെൻ ടൂൾ കൊണ്ട് വരച്ചതിന് ശേഷം എൻ്റർ കൊടുത്താൽ മതി. ഇപ്പോൾ ഇത്രയും ലൈൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മൊത്തം സെലക്ട് ചെയ്ത് മുകളിൽ സിംപ്ലിഫൈ. അവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ 4ാമത്തെ സിംപ്ലിഫൈ. ഇത് എല്ലാ വേർഷനിലും ഇതുപോലെ തന്നെയാണ്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഫോണ്ട്, ആ ലെറ്റർ ഞാൻ അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ ലൈൻസ് ഡിലീറ്റ് ചെയ്തു. ഇനി ഇതിനൊരു ഔട്ട്ലൈൻ കൊടുക്കണം. ഇപ്പം ഇങ്ങനെ വന്നിട്ടുണ്ട്. നമ്മൾ ആ കൊടുത്ത ലൈൻസ് കംപ്ലീറ്റ് ഇതിൽ കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്നുകൂടെ സെലക്ട് ചെയ്ത് മുകളിൽ ബ്രേക്കപ്പ് പാർട്ട്, Ctrl+K ബ്രേക്കപ്പ് പാർട്ട് ചെയ്തു. അപ്പോൾ ഇതൊക്കെ സെപ്പറേറ്റ് വന്നു. ഇനി ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം, കുറച്ചൊരു ഗ്യാപ്പ്. വീഡിയോ മുഴുവനായിട്ട് കാണുക, അടിച്ചടിച്ച് കാണരുത്. അപ്പം കുറേ ഭാഗം വിട്ടുപോകും, മനസ്സിലാവില്ല. പരമാവധി മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ ഇങ്ങനെ കാണിക്കുന്ന വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാനത് ക്ലിയർ ആക്കി തരുന്നതാണ് അടുത്ത വീഡിയോയിൽ. ഇതൊരു പൊട്ടിപ്പോയ ഒരു ഗ്ലാസിൻ്റെ ഒരു എഫക്റ്റിലേക്ക് വരുന്നുണ്ട്. ഇങ്ങനെ കൊടുത്തു. ഇനി മൊത്തം സെലക്ട് ചെയ്തു, ഗ്രൂപ്പ്. അതിനുശേഷം ആ
സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ടൂൾ ബാറിൽ ബ്ലെൻഡ്, കോണ്ടോർ, ഡിസ്റ്റോർട്ട്, ഡ്രോപ്പ്, ഷാഡോ, എൻവലപ്പ്, എക്സ്ട്രൂഡ് എടുത്തിട്ടുണ്ട് ഞാൻ. എക്സ്ട്രൂഡ് എടുത്ത് സെൻറ്ററിൽ വെച്ച് ക്ലിക്ക് ചെയ്ത് താഴേക്ക് വലിക്കുക. അപ്പം ഇങ്ങനെ അതൊരു 3D എഫക്റ്റിലേക്ക് വന്നു. ഇനി ശ്രദ്ധിച്ച് കാണണം, ഞാൻ ഇതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ബ്രേക്ക് എക്സ്ട്രൂഡ് ഗ്രൂപ്പ് അപ്പാർട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്, അത് ചെയ്തപ്പോൾ അത് ബ്രേക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് വേറെ സെപ്പറേറ്റ് പോയി അടിയിലുള്ളത് ആ എക്സ്ട്രൂഡ് ആയിട്ടുള്ള ഭാഗം വേറെ വരുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഈ റേസ് നമ്മൾ ആദ്യം കൊടുത്ത ആ ടൈപ്പിങ്ങിൻ്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കീബോർഡിൽ പ്ലസ്, അതായത് ഡ്യൂപ്ലിക്കേറ്റ് ന്യൂമറിക് കീപാഡിൽ ഒരു പ്ലസ് കൊടുത്താൽ മതി. പ്ലസ് കൊടുത്താൽ ഒന്നവിടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്, അതേ വേർഡ് തന്നെ ഒരു എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതെടുത്ത് മാറ്റി വെച്ചു, ആ മുകളിലുള്ളത്. അതിനുശേഷം ഇത് മൊത്തത്തിൽ സെലക്ട് ചെയ്ത് എല്ലാം കൂടെ വെൽഡ് ചെയ്തു. അപ്പോൾ വെൽഡ് ചെയ്യുമ്പോൾ ചില ഭാഗത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, അത് ഒഴിവാക്കുക. പെൻ ടൂൾ കൊണ്ട് ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ച് വെൽഡ് ചെയ്യാം. ആ ലൈൻ നമുക്ക് അവിടെ ആവശ്യമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് പോയി. ഇനി ഞാൻ ഇതിൻ്റെ ഒരു കളറ് ചേഞ്ച് കൊടുക്കാം, അത് കുറച്ചുകൂടെ ബ്ലൂ, കുറച്ചുകൂടെ ഡാർക്ക് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആ മാറ്റി വെച്ച ആ റേസിന് ആദ്യം ചെയ്ത് അത് എടുത്ത് ഇതിന് മുകളിൽ വെച്ചു. ഒരു 3D എഫക്റ്റ് വന്നു. ശേഷം ആ റേസ് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കോണ്ടോർ അപ്പാർട്ട്, ബ്ലെൻഡ്, കോണ്ടോർ, ഇത് ഇൻസൈഡാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇത് ഔട്ട് സൈഡാണ്, ഇൻസൈഡ്. അപ്പോൾ ഇത് ഔട്ട് സൈഡ് കൊടുത്താൽ അതിന് പുറത്തേക്കാണ് അതിൻ്റെ ആ ബോർഡർ വരിക. അപ്പോൾ ഞാൻ ഇൻസൈഡാണ് കൊടുത്തിരിക്കുന്നത്. ഇൻസൈഡ് കുറച്ച് കൂട്ടി കൊടുക്കുക. അതിനുശേഷം ബ്രേക്ക്, കോണ്ടോർ, ഗ്രൂപ്പ് അപ്പാർട്ട്. അപ്പോൾ ഇത് സെപ്പറേറ്റ് വന്നിട്ടുണ്ട്. അത് ഞാൻ കളറ് ചേഞ്ച് കൊടുത്തു. അതിനുശേഷം ഇതിൻ്റെ കളറ് വൈറ്റ്. ഇപ്പം നമുക്കിത് കട്ടിങ്ങിന്, അതായത് സ്റ്റിക്കർ കട്ടിങ്ങിന് ഇതിപ്പോൾ എടുക്കാൻ പറ്റും. ഇത് സെപ്പറേറ്റ് ഒരു കളർ കൊടുക്കുക, മുകളിലുള്ളത് ഒരു കളർ കൊടുത്താൽ ഒരു 3D എഫക്റ്റ് വരും. ഇനി കട്ടിങ് അല്ല ഉദ്ദേശിക്കുന്നത്, പ്രിൻറ്റിങ് ആണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയാക്കാൻ പറ്റും. അതെങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ റേസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലത്തെ പാർട്ട് ഞാൻ ക്ലിക്ക് ചെയ്ത് അതിനുശേഷം താഴെ ഇൻറ്ററാക്റ്റീവ് ഫില്ല്, ഇതിൻ്റെ ഈ ടൂൾ ബോക്സിൽ പൊസിഷൻ മാറി വരുന്നേ ഉള്ളൂ, പക്ഷെ എല്ലാ വേർഷനിലും ഇതുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാനിവിടെ ജസ്റ്റ് വെച്ച് ക്ലിക്ക് ചെയ്ത് ഒരു വശത്തേക്ക് വലിച്ചു. ഇവിടെ 2 പോയിൻ്റാണ് ഉള്ളത്, ഒന്ന് ഇവിടെ സ്റ്റാർട്ടിങ് പോയിൻ്റ്, ഒന്ന് എൻഡിങ് പോയിൻ്റ്. അപ്പോൾ ഇതിനകത്ത് 2 ഔട്ട്ലൈനായിട്ട് ഉള്ളിൽ വേറൊരു സ്ക്വയർ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ കളറ് ചേഞ്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഡാർക്ക് ബ്ലൂ വന്നു. ഇവിടെ സ്റ്റാർട്ടിങ് പോയിന്റിൽ കുറച്ച് ലൈറ്റ് ഷെയ്ഡ് കൊടുത്തു. അതുപോലെ തന്നെ അടിയിലുള്ളത് അത് സെലക്ട് ചെയ്യുന്നു, അതും ഇൻറ്ററാക്റ്റീവ് ഫില്ല് എടുക്കുന്നു. ശേഷം ഇവിടെ നല്ല ഡാർക്ക്, ആദ്യം നമ്മൾ കൊടുത്തതിനേക്കാളും ഡാർക്ക് കൊടുത്തു. ഇവിടെ ഒരു ബ്ലാക്ക് എഫക്റ്റ് കൊടുത്തു. ഈ
ഈ സ്ലൈഡർ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ബ്ലൂവിൻ്റെ സൈഡിലേക്ക് പോകുമ്പോൾ ബ്ലാക്ക് കൂടി വരും, ബ്ലാക്കിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ബ്ലാക്ക് കുറഞ്ഞു വരും. ഇപ്പം ഞാൻ ഈ ഒരു എഫക്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ശേഷം അത് നമ്മൾ റേസ് എന്ന് കൊടുത്തിരിക്കുന്ന ആ വേർഡ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഒരു സർക്കിള്, അതായത് റൗണ്ട് എടുത്ത് ജസ്റ്റ് ആ റൗണ്ടും ആ റേസ് എന്നുള്ളതും ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക. അത് രണ്ടും കൂടി സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സിംപ്ലിഫൈ, അതിന് തൊട്ടടുത്തായിട്ട് ഇൻ്റർസെക്റ്റ് എന്ന് പറഞ്ഞ് മൂന്നാമത് കാണുന്നത് അത് പ്രസ് ചെയ്തപ്പോൾ ആ റൗണ്ടിൻ്റെ പൊസിഷനിലൊരു ലെയർ ഇവിടെ വേറെ സെപ്പറേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ആ ഇൻ്ററാക്റ്റീവ് ഫിൽ ടൂള് സെലക്ട് ചെയ്തു. കുറച്ച് ആ ബാറ് കുറച്ച് താഴേക്കാക്കി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശേഷം ആ ഔട്ട്ലൈന് ഒഴിവാക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ ആ ഒരു ചോയ്സിനനുസരിച്ചിട്ട് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യാം. ഇങ്ങനെ ഒരു ഗ്ലാസ് മിറർ എഫക്റ്റ് വരാൻ വേണ്ടിയാണ്. ഷിഫ്റ്റും ആ ഓവൽ ഷേപ്പും കൂടെ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇൻ്റർസെക്റ്റ്. അപ്പോൾ ഇവിടെ വേർന്ന് വന്നിട്ടുണ്ട്. അതിനും ആ ഇൻറ്ററാക്റ്റീവ് ഫിൽ ടൂൾ എടുത്തു. അതൊരു ഷാഡോ എഫക്റ്റ് അതിൻ്റെ അകത്തേക്ക് വരുന്നതാണ് നിങ്ങൾക്ക്. കളറ് കുറച്ച് ചേഞ്ച് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ഇത്തിരി കൂടെ ഡാർക്ക് കൊടുത്തു. ഇവിടെ ഒരു ലൈറ്റ് ഷെയ്ഡ്, ഔട്ട്ലൈന് ഒഴിവാക്കി. അപ്പം ഇങ്ങനെ ഒരു എഫക്റ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത് നോക്കാം. അതിന് മുമ്പായിട്ട് ഇവിടെ ചെറിയൊരു അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ബ്ലാക്ക് ഇത്തിരി കുറക്കുക. അപ്പോൾ ഈ നമ്മുടെ ഈ പേജിന് കണക്കായിട്ട് ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട്, അത് റെക്റ്റാങ്കിൾ ടൂളിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഒരു ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ബ്ലാക്ക് കൊടുത്തു. അത് അറേഞ്ചിൽ ലോക്ക് ഒബ്ജക്റ്റ്, ആ ബ്ലാക്ക് ഞാൻ ലോക്ക് ചെയ്തിട്ടുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലോക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞാൻ വീണ്ടും ആ അടിയിലുള്ള ആ ബോക്സ് ടൈപ്പിൽ വരുന്ന ആ ഭാഗം സെലക്ട് ചെയ്ത് ഇത്തിരി കൂടെ കളർ അഡ്ജസ്റ്റ് ചെയ്യണം. ഇൻറ്ററാക്റ്റീവ് ഫിൽ ടൂൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു എഫക്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്ലൈഡർ നീക്കി നമുക്ക് ആവശ്യമുള്ള മാതിരി വെക്കുക. ശേഷം ഞാൻ ഇവിടെ സ്റ്റാർ, അതായത് പോളിഗൺ ടൂളിൽ പോളിഗൺ സ്റ്റാർ എടുത്തിട്ടുണ്ട്. സ്റ്റാർ എടുത്തതിന് ശേഷം ഒരു സ്റ്റാർ അവിടെ ക്രിയേറ്റ് ചെയ്തു. സ്റ്റാറിൽ ഇതിപ്പം 4 ഉള്ളൂ. ഇത് നമുക്ക് ഈ സ്റ്റാർ ടൂളിൽ അതിൻ്റെ ആ പോയിൻറ്റ്സ് എത്ര വേണമെങ്കിലും കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ ഈ മുകളിൽ അതിൻ്റെ പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ 4 കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഷേപ്പ് ടൂൾ എടുത്ത് കുറച്ചുകൂടെ അടുപ്പിച്ച് വെച്ച് ഒരു ഇത്തിരി ചെറുതാക്കി അതിന് വൈറ്റ് കൊടുത്തിട്ടുണ്ട്. ശേഷം മുകളിൽ ബിറ്റ് മാപ്പ്
ബിറ്റ് മാപ്പിൽ കൺവേർട്ട് ടു ബിറ്റ് മാപ്പ്, അത് ബിറ്റ് മാപ്പായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ബോക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ടും ആൻറ്റി ഏലിയാസിങ്ങും ടിക്ക് ചെയ്യുക. നിങ്ങൾ അതിനകത്ത് ടിക്ക് ചെയ്തില്ലെങ്കിൽ ചെയ്യുക. അതിനുശേഷം മുകളിൽ ബോക്സിൽ RGB. ഓക്കെ. ഇപ്പം ഇത് ഒരു ബിറ്റ് മാപ്പാണ്, അതായത് JPG ഇമേജ്. ഒന്നുകൂടെ ഞാൻ ബിറ്റ് മാപ്പിലേക്ക് തന്നെ പോകുന്നുണ്ട്. പോയതിന് ശേഷം ഇതിൽ 3D എഫക്റ്റ്, ആർട്ട് സ്ട്രോക്ക്, ബ്ലർ. ഇപ്പോൾ ഈ മൂന്നാമത്തെ ബ്ലർ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ബ്ലറിൽ ഡയറക്ഷണൽ സ്മൂത്ത്, ഗൗഷ്യൻ ബ്ലർ, അത് ഞാൻ കൊടുത്തു. അത് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വന്ന്, അപ്പോൾ ആ വിൻഡോയിൽ ഞാൻ ഇത്തിരി കൂടി അത് അതിൻ്റെ ആ എഡ്ജ് ബ്ലറാക്കാൻ വേണ്ടിയാണ്. പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ അത് കാണും. അപ്പോൾ ഇത്തിരി കൂടെ കൂട്ടണം. ഈ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവന്ന് ഓക്കെ. ഇനി ഇത് ഇത്തിരി ചെറുതാക്കുക. അതൊരു തിളങ്ങുന്നൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഈ ഒരു പൊസിഷനിലേക്ക് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ പ്രിൻറ്റിങ്ങിന് മാത്രമേ ഇങ്ങനെയുള്ളൊരു ഇത് ആവശ്യമുള്ളൂ. ഞാൻ ആദ്യം കാണിച്ചത് നമുക്ക് സ്റ്റിക്കർ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ഭംഗിയുണ്ടോ കാണാൻ വേണ്ടി. ഇതിപ്പോൾ ഫുൾ സ്ക്രീൻ പ്രിവ്യൂ ആണ് ഞാൻ കാണിക്കുന്നത്. F9 ഈ ഒരു എഫക്റ്റിലേക്ക് വരും. അപ്പോൾ എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റുന്നതാണ്. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക, അല്ലെങ്കിൽ മനസ്സിലാവില്ല. കാര്യമായ ഭാഗം വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ മെസ്സേജിൽ ചോദിക്കുക. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ക്ലിയർ ആക്കി തരുന്നതാണ്. ഓക്കെ.